എല്ലാവർക്കും എബി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ കടലാസ് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കടലാസ് മാത്രം ഉപയോഗിച്ച് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ ലെയർ മാത്രം നമ്മൾ പശ തേക്കുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കി ചെറിയ പീസാക്കണം, ഇങ്ങനത്തെ പീസാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സംഭവം ഇത് വെച്ച് പോയാൽ മതി, പക്ഷേ ഇത് മടക്കിയെടുക്കാൻ പണിയാണ്. ഇപ്പം എങ്ങനെ മടക്കുക എന്നുള്ളത് കാണിക്കാം. ഇത് 3 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതി, അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ ആദ്യം ഇങ്ങനെ മടക്കി ഒരു സെൻറ്റർ ആക്കുക, എന്നിട്ട് ഇതെല്ലാം മടക്കുക. അതെ, ഇതുപോലെ കിട്ടും. എന്നിട്ടത് ഇതിൻ്റെ അറ്റം ഇതുപോലെ മടക്കി 2 അറ്റവും മടക്കുക. എന്നിട്ടത് ഇങ്ങനെ മടക്കുക. ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ഗ്യാപ്പ് ഇത് പുറത്തേക്കാക്കി മടക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ അടുത്ത പീസ് കിട്ടാണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഒരെണ്ണം കൂടി മടക്കി കാണിച്ചു തരാം. ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ ഈ 2 ഗ്യാപ്പ് നമുക്ക് കിട്ടണം. എന്താ ഇതിലേക്കാണ് നമ്മൾ അടുത്ത പീസ് കയറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ 30 ലെയറാണ് വേണ്ടത്. ആദ്യം 2 എടുക്കുക. ഇതിൻ്റെ ഇത് ബാക്ക് വശം ആക്കിയിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലല്ല, ഒരെണ്ണത്തിൻ്റെ 2 ചേർത്ത് ഉള്ളിൽ ഇത് കയറ്റുക. എന്നിട്ട് അടുത്തത് വെക്കുക. അടുത്തത് വെക്കുക. ഞാൻ ഫുള്ള് വൈറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറൊക്കെ എടുക്കാം. ഇതേപോലെ ഉണ്ടാക്കി എടുക്കുക. 30 ലെയർ വേണം. ഇത്രയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുക. എല്ലാം ചേർത്ത് ഇങ്ങനെ കിട്ടും. ഇന്ന് നമുക്ക് അത് ഓരോ സെറ്റ് കൊടുക്കാം. സെറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിന് 2 ഓരോ അല്ലെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇത് വെച്ച് കൊടുത്ത് പോയാൽ മാത്രം മതി. ആദ്യത്തെ ലെയർ മാത്രം നമ്മൾ പശ തേക്കേണ്ടി വരും. കുറച്ചേ ഇരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ചെറിയ കഷ്ടപ്പെടേണ്ടി വരും. ആദ്യത്തെ ലെയർ തീർന്ന് ഇത് നമുക്കിങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. വെച്ച് പോകണം. രണ്ടാമത്തെ ലെയറും കഴിഞ്ഞ് ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം.
ഉണ്ടാക്കി വെച്ചത് നമുക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പം ഇത് വേണ്ടി വരും നമുക്ക്. ഇതൊക്കെ മടക്കാൻ വേണ്ടി എനിക്ക് 2 ദിവസം എടുക്കേണ്ടി വന്നു. നിങ്ങൾ വേറെ കൂട്ടി മടക്കുക. അപ്പോൾ ഇത്തോലെയാക്കിയത് നമുക്കിത് ഫുള്ളും വെച്ച് കൊടുക്കാനുള്ള ഞാൻ എടുത്തേക്കുന്നത് ഫുള്ളും ബൈക്കാണ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ അധികം കളർ പേപ്പർ വേണമെങ്കിൽ കേൾക്കാം. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ ഇത്ര ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് തന്നെ ഇരിക്കേണ്ടി വരും. പക്ഷേ ഇത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുന്നതാണ്. നമുക്കിനി ഒരു ലെയർ വെച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തും കൂടി ഇത് വെക്കാറുണ്ട്. ഓക്കെ, ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്നതിൽ ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഇനി പുറത്ത് ഇനി വേറെ ഡിസൈൻ ചെയ്യാം. ഒരു 5 ലെയർ ആദ്യം വെക്കുക. അതിൻ്റെ കുറച്ച് 4 5 വെച്ചിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇങ്ങനത്തെ ഒരു 4 അവർ ചോദിക്കും. അതെ, നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫുള്ള് കടലാസാണ്.
ഞാൻ ഫുള്ള് വൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് സമയത്ത് നമുക്ക് നല്ല ഭംഗിയായി കൊടുക്കും. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഉണ്ടാക്കിയിട്ട് ഒന്ന് വെച്ച് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി കഴിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് വന്നു. ചൊവ്വാഴ്ച തുടങ്ങിയ മുടക്കാൻ വേണ്ടി ചെറിയ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തില്ല. ആൾക്കാർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഉണ്ടാക്കി കാണിക്കുവാനായി എല്ലാവരും ഒന്ന് സ്റ്റോർ കമൻറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാക്കിയതാണ്. കുപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ